ഏഷ്യയിലെ തന്നെ തലയെടുപ്പുള്ള കൊമ്പന്മാരിൽ ഏറ്റവും മുൻപനായിട്ടുള്ള ആനയാണ്. ദൂരങ്ങളിൽ നിന്ന് പോലും അകലങ്ങളിൽ നിന്ന് പോലും ഈ ആനയെ കാണാൻ ഇവിടേക്ക് ആളുകൾ എത്തിയിരിക്കുന്നു, അവിടെ കേന്ദ്രീകരിക്കുന്നു. എന്തായാലും ഒരു രാജകീയ പ്രൗഢി തന്നെ നമുക്ക് ഈ ആനയെ സംബന്ധിച്ച് നമുക്ക് കാണാനും കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മസ്തകത്തിൽ സിന്ദൂര തിലകം ചാർത്തി കൊമ്പന്റെ ഒരു നടത്തം കണ്ടാൽ തന്നെ അത് ആനപ്രേമികളെ സംബന്ധിച്ചിടത്തോളം അത്രമേൽ ആവേശകരമായിട്ടുള്ള ഒരു അനുഭവം കൂടിയാണ്. ദൂരങ്ങളിൽ നിന്ന് പോലും ആളുകൾ ഇവിടേക്ക് ഇത് കാണാൻ വേണ്ടി എത്തുന്നു, ആനയുടെ ചന്തം കാണാൻ എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പങ്കാളിത്തം ഈ ക്ഷേത്ര പരിസരത്ത് ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആനയെപ്പോൾ ഉള്ളത് ഈ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്താണിപ്പോൾ ആന നിലയുറപ്പിച്ചിരിക്കുന്നത്. അകലങ്ങളിൽ നിന്ന് പോലും ആന എത്തുന്നു. ആനയഴകിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു കൊമ്പനാണ്. എന്തായാലും വലിയ സന്തോഷകരമായ ഒരു നിമിഷത്തിലേക്ക് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നു. അതിന് സാക്ഷ്യം വഹിക്കുകയാണ് നമ്മൾ. എന്തായാലും ആ ഒരു കാഴ്ചയ്ക്ക് നമ്മൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തെച്ചിക്കോട്ടാവ് ദേവസ്വത്തിന്റെ ഭാരവാഹിയാണ് ബിനോയേട്ടൻ. ബിനോയേട്ടൻ വളരെ സന്തോഷമുള്ള ഒരു നിമിഷമല്ലേ? വളരെ സന്തോഷം. അല്ല, നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ ഈ പൂരവുമായി ബന്ധപ്പെട്ടിട്ട് അനുബന്ധ ഏതെങ്കിലും ഘടക ക്ഷേത്രങ്ങളോ അവരെ ബന്ധപ്പെട്ടാലല്ല നമുക്ക് പോകാം. നമ്മളതിലെ ഘടകങ്ങളൊന്നുമല്ല. അപ്പോൾ നെയ്തലക്കാവ് ഇങ്ങനെ ഒരുപാട് സമയദൈർഘ്യം കൂടുന്നതുകൊണ്ടാണ് നമ്മളത് വേണ്ടാന്ന് വെച്ചത്. ഇപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ 2-3 ഘടകപുരങ്ങൾ നമ്മളോട് ഓൾറെഡി ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ അതിൽ ഏറ്റവും അടുത്തും വളരെ നേരത്തെ കഴിയുന്നതും അതാണ് പ്രധാനം. കാരണം നമ്മൾ വരുമ്പോൾ ആളുകൾ കൂടുന്നു, അതുപോലെ മറ്റു ചടങ്ങുകൾക്ക് വിഘ്നങ്ങളോ അല്ലെങ്കിൽ അവർക്ക് തടസ്സങ്ങളൊന്നും വരാണ്ട് നമുക്ക് പെട്ടെന്ന് പോരുന്നു കഴിയുകയും ചെയ്യാം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ എടുത്തത്. അപ്പോൾ ഈ നേരത്തെയൊക്കെ ഈ ഒരുപക്ഷെ നെയ്തലക്കാവിലമ്മയുടെ തലേദിവസ ചടങ്ങ് ജനകീയമാക്കിയതിൽ രാമൻ വഹിച്ച പങ്ക് വരുന്നതാണ്. അത് എന്താ വെച്ചാൽ അതെല്ലാവരും പറയണ്ടല്ലോ, നമ്മൾ പറയേണ്ട ഒരു കാര്യമില്ല. നമ്മളങ്ങനെ പറഞ്ഞതിൽ അർത്ഥമില്ല. അത് എന്താ കാര്യം വെച്ചാൽ അതിൽ വേറെ പ്രത്യേകതയില്ല. ആ ചടങ്ങ് മാത്രമല്ല എന്നുള്ളൂ, വേറെ ചടങ്ങുകളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് ആളുകൾക്ക് അറിയാൻ പറ്റുക എന്താണ് അതിന്റെ കാര്യങ്ങളെന്ന്. ഇപ്പോൾ നമ്മൾ നേരത്തെ പോകുന്നു, ഇപ്പൊ നേരത്തെ പോകുമ്പോൾ അറിയാം. അപ്പോൾ അതിന്റെ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ദൂരങ്ങളിൽ നിന്ന് പോലും ആളുകൾ കാണാൻ പറ്റുന്നു. ഇഷ്ടം പോലെ ഇന്നലെയൊക്കെ ഒരുപാട് പേര് അവിടെ വന്ന് തമ്പടിക്കുന്നുണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി. നിങ്ങൾക്ക് തന്നെ അനുഭവം ഉണ്ടാവും. പലപ്പോഴും ഞങ്ങളൊക്കെ അവിടേക്ക് വരുന്ന ഘട്ടത്തിൽ പല ദേശങ്ങളിൽ നിന്ന് പോലും ആളുകൾ അവിടെ ഇപ്പോഴും ഉണ്ട്, പലപ്പോഴും വന്ന് നിൽക്കുന്നുണ്ട്. അത് സ്വാഭാവികമാണ്. അതിപ്പോൾ ഉള്ളതല്ലാന്ന് ഒരുപാട് കാലങ്ങളാണ്. ഇപ്പൊ ഈ മാധ്യമങ്ങളൊക്കെ വലുതായി ഇപ്പൊ എല്ലാവരും അറിഞ്ഞു തുടങ്ങിയത് മാത്രം. അന്നും ആളുകൾ വരാറുണ്ടല്ലോ. വളരെ സന്തോഷം വിനോട്ട്. എല്ലാ ആശംസകളും. ഭയങ്കര സന്തോഷകരമായിട്ടുള്ളൊരു നിമിഷമാണിത്. കാരണം ഈ ആനയെ കാണുക എന്നുള്ളത്, രാമേന്ദ്രൻ എന്ന് പറഞ്ഞാൽ അത് ഒരുപക്ഷെ ഏഷ്യയിലെ തന്നെ ഏറ്റവും തലപ്പൊക്കം ഉള്ള ആനയാണ്. ആനയെ കാണാൻ വേണ്ടി ആളുകൾ എത്തുക എന്നുള്ളത്, അകലങ്ങളിൽ നിന്ന് പോലും ആളുകൾ എത്തുന്ന ഒരു പതിവുണ്ട്. ഇപ്പോൾ ദേവസ്വത്തിന്റെ ഭാരവാഹിയായിട്ടുള്ള മഹേഷേട്ടൻ കൂടി ചേരുകയാണ്. മഹേഷേട്ട, വളരെ സന്തോഷമുള്ള നിമിഷമാണ്. ദൂരങ്ങളിൽ നിന്ന് പോലും ആളുകൾ തീർച്ചയായിട്ടും ഇതൊരു ദൈവനിയോഗമാണ്. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഈ ഭാഗത്തുനിന്ന് കയറുന്ന പൂരങ്ങളൊന്നും സാധാരണ ആരും അറിയാറില്ല. കാരണം എല്ലാം അപ്പുറത്തെ സൈഡിലാണ്, പടിഞ്ഞാറെ ഗോപുരത്തിന്റെ അവിടെയാണ് എല്ലാ പൂരങ്ങളും നടക്കുന്നത്. പ്രശാന്ത് തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ വരുന്നതിന്റെ ഭാഗമാണ് ഈ ഇത്രയധികം ആളുകൾ. അപ്പോൾ തീർച്ചയായിട്ടും ഇത് വലിയൊരു സംഭവം ഇനി തുടർന്നും ഇങ്ങനെ നടക്കട്ടെ എന്ന് തന്നെയാണ് ഞങ്ങളുടെ കമ്മിറ്റിയുടെയൊക്കെ ആഗ്രഹം. കാരണം ചെമ്പുക്കാവ് ഭഗവതി, എനിക്ക് തോന്നുന്നു ഇപ്പോൾ എല്ലാവരും ചെമ്പുക്കാവ് എന്ന് പറയുന്ന സ്ഥലം ഇപ്പം നിറഞ്ഞു നിൽക്കുകയാണ്. അത് വലിയൊരു സംഭവമാണ്. ചടങ്ങുകളെ കുറിച്ച് ചടങ്ങ് രാവിലെ എന്ന് പറഞ്ഞപ്പോൾ ശ്രീഭൂത ബലി കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് എഴുന്നള്ളിക്കുകയാണ്. അപ്പോൾ കൊടിക്കൽ പറയുണ്ട് ഇവിടെ. കൊടിക്കൽ പറ കഴിഞ്ഞതിന് ശേഷം മേളത്തോടുകൂടി ഭഗവതി ആലിന്റെ അവിടുന്ന് പഞ്ചവാദ്യവുമായി നേരെ വടക്കുന്നാഥനിലേക്കാണ്. വടക്കുന്നാഥനിൽ പോയിട്ട് ആദ്യം തെക്കോട്ട് ഇറങ്ങുന്നത് ചെമ്പുക്കാവ് ഭഗവതി ആയിരിക്കും. പൂരനാളിൽ തെക്കോട്ട് ഇറങ്ങുന്നത്. അത് ഒപ്പമുള്ള ഒന്ന് കാശിനാഥനാണ്, ഒന്ന് ലിബർട്ടി ഉണ്ണിക്കുട്ടൻ എന്ന് പറയുന്ന ഒരു ആനയാണുള്ളത്. വളരെ സന്തോഷം. ഗംഭീരമായിട്ട് നടക്കട്ടെ പൂരം. അതിന്റെ വർണ്ണാഭമായ കാഴ്ച അത് ഈ ആനകൾ കൂടിയാണ്. അതിൽ ഏറ്റവും തലപ്പൊക്കത്തിലുള്ള ആന ഇവരുടെ ചെമ്പൂക്കാവ് ദേശത്തിന്റെ ആനയാണ്. അതാണ് ഏറ്റവും വലിയ അഭിമാനകരമായ ആ ഒരു നിമിഷം, ഏറ്റവും സന്തോഷകരമായ നിമിഷം. വലിയ രീതിയിലുള്ള പങ്കാളിത്തം, അകലങ്ങളിൽ നിന്ന് പോലും ദൂരങ്ങളിൽ നിന്ന് പോലും ആളുകൾ ഇവിടേക്ക് എത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. കാരണം ഈ ആനയ്ക്ക് അത്രമാത്രം വലിയ രീതിയിലുള്ളൊരു ആരാധക വൃന്ദം തന്നെ നമുക്ക് കാണാം. അപ്പോൾ നെറ്റിപ്പട്ടം കെട്ടിയിരിക്കുന്നു. അത് കഴിഞ്ഞ് കോലം വയ്ക്കും. 7 മണിയോടുകൂടി എഴുന്നള്ളത്ത് തുടങ്ങും. ആ എഴുന്നള്ളത്തിന് ഉൾപ്പെടെ സാക്ഷിയാകാൻ വേണ്ടി ആളുകൾ അകലങ്ങളിൽ നിന്ന് പോലും ഇവിടേക്ക് എത്തും എന്നുള്ളതാണ് പ്രത്യേകത. എവിടെ നിന്ന് വരുന്നത്? Karnataka, Bangalore. Chembukkavu. Visiting here for the first time Puram. So me and my friend have come and planned it. So full day want to enjoy Puram. First time. എന്തായാലും ബാംഗ്ലൂരിൽ നിന്നാണ് അദ്ദേഹം എത്തിയിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ദൂരങ്ങളിൽ നിന്ന് അകലങ്ങളൊന്നും തന്നെ ഒരു തരത്തിലും
ഈ ആനയെ സംബന്ധിച്ചിടത്തോളം ആനയെ കാണാൻ വേണ്ടി അത്രമാത്രം വലിയ രീതിയിലുള്ള പങ്കാളിത്തം ഉണ്ടാകും. ഇദ്ദേഹം ബാംഗ്ലൂരിൽ നിന്നാണ് ഇദ്ദേഹം വന്നിരിക്കുന്നത്. എന്തായാലും ആ ഒരു ആരവം, ആവേശം അത് ഈ പ്രകടമാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒരുപക്ഷെ ഇതിന്റെ ഫോക്കസ് മുഴുവൻ ഒരുപക്ഷെ ഈ ആനയിലേക്ക് എത്താനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല. ദൂരങ്ങളിൽ നിന്ന് പോലും ആളുകൾ എത്തിയിട്ടുണ്ട് ഇവിടെ. അത് നമുക്ക് കാണാനും കഴിയുന്നുണ്ട്. ഈ ആന ഇപ്പോൾ നിലവിൽ നെറ്റിപ്പട്ടം കെട്ടി തയ്യാറായി നിൽക്കുന്ന ആ ഒരു കാഴ്ച ചെമ്പൂക്കാവ് ക്ഷേത്രത്തിന്റെ തിരുമുറ്റത്ത് നമുക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും 7 മണിയോടുകൂടി ഇവിടുത്തെ എഴുന്നള്ളിപ്പ് തുടങ്ങും. ഇവിടെ ആളുകളെല്ലാം തന്നെ ഇവിടെ കാത്തു നിൽക്കുന്നു. എവിടുന്ന വരണ മോനെ? എറണാകുളത്ത് നിന്നാണോ? ആനയെ അത്ര ഇഷ്ടമാണോ? എറണാകുളത്ത് എവിടെയാ വീട്? പള്ളുരുത്തി. നേരത്തെ വന്നിട്ടുണ്ടോ പൂരത്തിന്? ലീലാതി. ആദ്യമായിട്ടാണ്. എവിടുന്ന വരണ? എറണാകുളം. ടീമായിട്ട് വന്നിരിക്കും? രണ്ടുപേരും. ശരി. അത്ര ഇഷ്ടമാണോ രാമൻ? പിന്നെ അതുകൊണ്ടാണ്. അതെ, എറണാകുളത്ത് നിന്ന് വന്ന കുട്ടികളാണ്. അവര് നേരത്തെ തന്നെ ഇവിടെ എത്തി കളം പിടിച്ചിട്ടുണ്ട്. ആനയ്ക്ക് അടുത്ത് തന്നെയുണ്ട്. നിങ്ങൾ എവിടുന്ന വരുന്നത്? ഗോവയെന്ന്. ഈ ആന അത്രയും ഇഷ്ടമാണോ? ഭയങ്കര ഇഷ്ടമാണ്. ശരിക്കും ഫാനാണ്. അപ്പൊ ആനയെ കാണാൻ വേണ്ടി നേരത്തെ തന്നെ ഇവിടെ? തീർച്ചയായിട്ടും അതെ. ഫസ്റ്റ് ടൈമാണ് പൂരം കാണാനായിട്ട് വരുന്നത്. പ്രത്യേകിച്ചും രാമനെ കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. അങ്ങനെ തന്നെയാണോ? എന്റെ അനിയത്തിയാണ്. അനിയത്തിയാണോ? നാട് ഇവിടെയാണോ അതോ ഞങ്ങള് തൃശ്ശൂർന്നാ. ആദ്യമായിട്ടാ. ഇവര് ഗോവയെന്നാണ് വരുന്നത്. ആനയെ കാണാൻ വേണ്ടി ഇതാ ഗോവയെന്നാണ് വരുന്നത്. നല്ല വിശേഷം. എഴുന്നള്ളിപ്പ് കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് നടന്നു പോണു. വേറെ കുഴപ്പമൊന്നുമില്ല. നേരത്തെ 2 മണിക്ക് എനിക്ക് കുളിപ്പിക്കാൻ തുടങ്ങിയത്. 4 മണിയാകുമ്പോഴേക്ക് കുളിപ്പിക്കാൻ കഴിഞ്ഞു. എന്നിട്ട് അവിടുന്ന് വണ്ടി കയറ്റി ഇങ്ങോട്ട് പോകണം. ചടങ്ങ് രാമത്തിന് വെച്ചിട്ട് തന്നെയാണ്. സന്തോഷം. എന്തായാലും വളരെ പാപ്പാനാണ്. വളരെ സന്തോഷപൂർവ്വം തന്നെ ഇതാ പാപ്പാൻ ഉൾപ്പെടെയുള്ളവർ ഇവിടെയുണ്ട്. ആനയെ നേരത്തെ പൊന്നാട അണിയിച്ചുകൊണ്ട് ഇവിടേക്ക് സ്വീകരിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അതിനുശേഷം നേരെ ചെമ്പൂക്കാവ് ക്ഷേത്രത്തിന്റെ അകത്തേക്ക് ആളുകൾ കയറിയ ശേഷം ആനയ്ക്ക് പിന്നാലെ തന്നെ വലിയ രീതിയിലുള്ള ജനസഞ്ചയം നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. അത്രമാത്രം വലിയ രീതിയിലുള്ള പങ്കാളിത്തം. ഇത് ഇത്തവണ ചെമ്പൂക്കാവ് ഭഗവതിയുടെ ആ ഒരു എഴുന്നള്ളത്താണ്. ആ എഴുന്നള്ളത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. എവിടുന്ന വരുന്നത്? ഞാൻ പാലക്കാട്. പാലക്കാട്. ആനയുടെ ഫാനാണോ? മേളം ചെണ്ടമേളം. പാലക്കാട് എത്ര കാലമായിട്ടുണ്ട് പൂരം മേഖലയിൽ? ആലത്തൂര് ഒരു 10 കൊല്ലമായി. ആലത്തൂര് പഴമ്പാലക്കോട് പറയും. ആലത്തൂര് പഴമ്പാലക്കോടുകാരനാണ് അദ്ദേഹം. വാദ്യ കലാകാരൻ കൂടിയാണ്. അവരൊക്കെ ഇങ്ങനെ ആനയെ വീക്ഷിച്ചുകൊണ്ട് ഇവിടെ നിലയുറപ്പിച്ച് നിൽക്കുന്ന ഒരു കാഴ്ച. പൂമാല ചൂടുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. രണ്ടാം പാപ്പാൻ ഇപ്പോൾ പൂമാല ചൂടിക്കുന്ന ആ ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു. ആന എല്ലാ തരത്തിലും സജ്ജമായി നിൽക്കുന്നു. അല്പസമയത്തിനകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഈ എഴുന്നള്ളത്ത് ചടങ്ങുകളിലേക്ക് കടക്കും. അതിന്റെ